ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഓയിലിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉള്ളിൽ നല്ല ജ്യൂസിയും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഒരു മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം, എന്നാലും പുളിയുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കലാന്ന്. അപ്പോൾ മൊത്തത്തിൽ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കലാണ്. ഇതിപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം കുഴച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഫില്ലിംഗ് ആക്കുന്ന സമയം ഉണ്ടാവില്ലേ, അത്ര മതി. ഇനിയിപ്പോൾ ഞാൻ ഒരു മസാല തയ്യാറാക്കലാന്ന്. അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഉള്ളിയും പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ മസാല പൗഡറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് കൈനെ കൊണ്ട് തന്നെ ഒന്ന് നുള്ളിയിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാലയിൽ മൊത്തം എത്തുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടെടുക്കലാന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിന്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചിക്കൻ വേവിച്ച സ്റ്റോക്കൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നല്ലോണം പാലൊക്കെ വറ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് ഇതുപോലെ ഓരോരോ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പൂരിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളകൾ വേണം എടുക്കാൻ. എനിക്കിപ്പോൾ ഈ മാവിൽ ഒരു 10 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു വര വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ വെക്കലാന്ന്. എന്നിട്ട് ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കലാന്ന്. അപ്പോൾ ഞാൻ പറയുന്നതിൽ ആ കടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ സെൻറ്ററിൽ ഈ ഭാഗമല്ലേ, ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് വരുമ്പം ഒരു നല്ല മൊഞ്ചുണ്ടാവും കാണാൻ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ പരത്തിയിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒന്ന് മനസ്സിലാകുക. പിന്നെ നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് ലെയർഡായിട്ട് വരുന്നതല്ല. അപ്പോൾ ബേക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടണമെങ്കിൽ നല്ല തിന്നായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മഞ്ഞക്കരു എടുത്തതിൻ്റെ വെള്ളം ഇല്ലേ മുട്ടയുടെ, അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരിക്കൽ തേച്ച് വെച്ചിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഒന്നും കൂടി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും
കറുത്ത എള്ളും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മൊഞ്ചുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിന് ഒരു 2 മിനിറ്റ്. എന്നിട്ട് ഇതാ നമ്മുടെ സ്നാക്സ് ഇതാ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് 170 ഡിഗ്രിയിൽ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പാന് കുറച്ച് സമയം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ടേസ്റ്റി ആയിട്ട് ഓയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിനെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.